മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിരിക്കും. ഒരു ഇടനിലക്കാരന്റെയും ആവശ്യമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെയും ആവശ്യമില്ല എന്ന് വ്യക്തമാക്കി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്കിടെയാണ് മന്ത്രിയുടെ പരാമർശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പലരും അഭിമുഖം ആവശ്യപ്പെട്ട് സമീപിച്ചിട്ടും സമയക്കുറവ് കാരണം അദ്ദേഹം ആർക്കും തന്നെ ഒരു ഇന്റർവ്യൂ പോലും നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന ഒളിയമ്പുകളെ പ്രതിരോധിക്കാൻ തന്നെയാണ് മന്ത്രി റിയാസും ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും മുഖ്യമന്ത്രിയുടെ അഭിമുഖം വളരെ താല്പര്യത്തോടെ സ്വീകരിക്കുന്നവരാണ്. ഒരുപാട് മാധ്യമങ്ങൾ അഭിമുഖം ആവശ്യപ്പെട്ട് സമീപിച്ചിട്ടും സമയക്കുറവ് കാരണം മുഖ്യമന്ത്രി അഭിമുഖം നൽകുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും അറിയാൻ സാധിച്ചത്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഒരു അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ ഒരു ആവശ്യവുമില്ല എന്നതും വ്യക്തമാണ്. മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വ്യക്തമാക്കേണ്ടത്. മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക മതവിഭാഗത്തെ അപമാനിച്ചു എന്നതാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ സമയം നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നാണ് ഈ വരുന്നതെല്ലാം. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറെ പോലെ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു. ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് BJP RSS കേന്ദ്രങ്ങളിൽ നിന്നും വലിയ ആക്രമണം പോലും നേരിട്ടിട്ടുണ്ട്. സഖാവിന്റെ തലയ്ക്ക് വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അഭിമുഖം കൊടുക്കാൻ ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല എന്ന് തന്നെയാണ് റിയാസും പറയുന്നത്. എന്നാൽ ദി ഹിന്ദു പത്രത്തിനെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യത്തിന് റിയാസ് മറുപടി നൽകിയിട്ടില്ല. അതേസമയം ഈ വിഷയത്തിൽ ഉയർന്ന വിമർശനങ്ങളിൽ റിയാസ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇടനിലക്കാരന്റെ ഒന്നും ആവശ്യമില്ല. മാധ്യമങ്ങൾ എന്ത് പ്രചാരണം നടത്തിയാലും ഇടതുപക്ഷ രാഷ്ട്രീയം പറയും. കൂടുതൽ പ്രതികരണം മുഖ്യമന്ത്രിയും ഓഫീസും നടത്തുമെന്നാണ് റിയാസ് വ്യക്തമാക്കിയത്. അതേസമയം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ വിവാദ പ്രസ്താവന ഉൾപ്പെടുത്തിയതിന് പിന്നാലെ ഖേദപ്രകടനവുമായി ദി ഹിന്ദു രംഗത്തെത്തിയിരുന്നു. അഭിമുഖത്തിലെ വിവാദമായ മലപ്പുറം പ്രസ്താവന നൽകിയത് PR ഏജൻസിയാണെന്നായിരുന്നു ദി ഹിന്ദുവിന്റെ വിശദീകരണം. ഓൺലൈൻ പതിപ്പിലൂടെയായിരുന്നു ദി ഹിന്ദു ഖേദം പ്രകടനം നടത്തിയത്. കേസൻ എന്ന PR ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാമെന്നറിയിച്ച് സമീപിച്ചതെന്നായിരുന്നു ഹിന്ദു അറിയിച്ചിരുന്നത്. പിണറായിയുടെ അഭിമുഖത്തിന് താഴെ നൽകിയിരിക്കുന്ന തിരുത്തലിലൂടെയാണ് ഹിന്ദു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വർണ്ണക്കടത്ത് ഹവാല പരാമർശങ്ങൾ മുൻ വാർത്താ സമ്മേളനത്തിലാണ് അതെന്നും PR ഏജൻസി അറിയിച്ചിരുന്നതായിട്ടാണ് ഹിന്ദു വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.